എന്റെ അറിവോടെയോ സമ്മതത്തോടെയോ കൂടെയല്ല ആദിലയും നൂറയും എന്റെ വീട്ടിൽ കയറിയിരിക്കുന്നത്. വിളിച്ചു വരുത്തി അപമാനിക്കാമെന്നെല്ലാം പറയുന്നത് ഇതിനെയാണ്. അതെ, ഫൈസൽ AK മലബാർക്കയുടെ ഹൗസ് വാമിങ്ങിന്റെ വീഡിയോസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായി കഴിഞ്ഞ കാര്യമാണ്. ഒരുപാട് സെലിബ്രിറ്റീസും VIP-കളും പ്രമുഖരും എല്ലാവരും പങ്കെടുത്ത ഒരു വലിയ ഗ്രാൻഡ് പ്രോഗ്രാം തന്നെയായിരുന്നു അത്. ബിഗ് ബോസിലെ ഈ സീസണിലെ കണ്ടസ്റ്റൻസും മുൻനിര സീസണുകളിലെ കണ്ടസ്റ്റുകളും എല്ലാവരും പങ്കെടുത്ത ഒരു വലിയ പ്രോഗ്രാം തന്നെയായിരുന്നു അത്. അതിൽ നമ്മുടെ ആദിലയും നൂറയും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഹൗസ് വാമിങ്ങിന്റെ റീൽസും ക്ലിപ്സുമെല്ലാം സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്. എന്നാൽ ഇന്ന് ഫൈസൽ മലബാർക്കയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് എന്നെ നെട്ടിച്ചു കളഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരന്റെ അറിവോടെയല്ല ആദിലയും നൂറയും തന്റെ വീട്ടിൽ എത്തിയിരിക്കുന്നത് എന്നാണ് ഫൈസൽ മലബാർക്ക പറയുന്നത്. പുള്ളിക്കാരന്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: എന്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ എന്റെ പരിപാടിയിൽ 2 പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല. പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മധ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു. മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ആദിലയെയും നൂറയെയും വെറുക്കുന്ന ഒരുപാട് ജനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ പരിപാടി അവർ പങ്കെടുത്തതിൽ ഒരുപക്ഷെ ഫൈസൽക്കാർക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ്സുകൾ വന്നു കാണും. അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരൻ ഇതുപോലെയൊരു ക്ഷമയും ഖേദവും പ്രകടിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ വിളിക്കുന്നതും വിളിക്കാതിരിക്കുന്നതും നിങ്ങളുടെ ചോയ്സാണ്. പക്ഷെ വിളിച്ചു വരുത്തി അവിടെയുള്ള പരിപാടിയിലും പങ്കെടുത്തതിന് ശേഷം ഇത് കാണിച്ചത് ഒട്ടും ശരിയായില്ല എന്ന് മാത്രം പറയുന്നു. സത്യം പറഞ്ഞാൽ ഇത് വിളിച്ചു വരുത്തി അപമാനിച്ചതിന് തുല്യമാണ്. നിങ്ങൾ നടത്തുന്ന പരിപാടിയിൽ ആരൊക്കെ പങ്കെടുക്കണമെന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആരെല്ലാം ഉണ്ടാകുമെന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് എടുക്കുമ്പോൾ ഒരു പക്ഷേ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് എന്ന് മാത്രമായിരിക്കും നിങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടാവുക. ആദിലയും നൂറയും വന്നു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഇത്രയും വലിയ ഒരു പ്രശ്നമുണ്ടാകുമെന്നുള്ളത് നിങ്ങൾ അന്നേരം ചിന്തിച്ചു കാണില്ല. ഇവരെ വിളിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നതിൽ എന്ത് പ്രസക്തിയാണ് ഉള്ളത്? നിങ്ങളുടെ വീട്ടിലെ ഒരു പരിപാടിയാകുമ്പോൾ അതിൽ ആരും പങ്കെടുക്കണമെന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് വെരിഫൈ ചെയ്യേണ്ടതും നിങ്ങളായിരുന്നു. നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഇൻവിറ്റേഷൻ കാർഡ് അവരുടെ പക്കൽ കിട്ടിയതുകൊണ്ടാണല്ലോ അവർ വന്നത്. അത് വലിഞ്ഞു കയറി വന്നതല്ലോ, ക്ഷണം മൂലം വന്നതല്ലേ. എന്നിട്ട് ഇങ്ങനെ പറയുന്നതിൽ എന്ത് പ്രസക്തിയാണുള്ളത്? ഇതെല്ലാം നിങ്ങൾ അവരെ ക്ഷണിക്കുന്നതിന് മുന്നേ ആലോചിക്കണമായിരുന്നു. നിങ്ങളുടെ അറിവോടെയല്ല വിളിച്ചത് എന്ന് പറയുമ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ലിസ്റ്റിലുള്ളവർക്കല്ലേ ഇൻവിറ്റേഷൻ പോവുകയുള്ളൂ. അതുകൊണ്ട് ഇത് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ഖേദപ്രകടനമായി പോയി. ആദിലയും നൂറയും എങ്ങനെയുള്ള വ്യക്തികൾ വേണമെങ്കിലും ആയിക്കോട്ടെ, ഇത് ഞാൻ അവർ LGBTQ ആയതുകൊണ്ട് പറയുന്നതല്ല. ഇത് ആരായാലും നമുക്ക് ഒരു ഇൻവിറ്റേഷൻ കിട്ടി നമ്മളൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതിന് ശേഷം നമ്മളെ വിളിച്ചതിൽ അവർ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നുന്ന ഒരു മിനിമം കോമൺ സെൻസും മിനിമം ഫീലിങ്സുമാണ് ഞാനിവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ ഞാൻ ആദിലയുടെയും നൂറയുടെയും PR അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയായതുകൊണ്ട് മാത്രം പറയുന്നതല്ല. ഈ ന്യൂസുകൾ കണ്ടതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെയൊന്ന് സംസാരിക്കണമെന്ന് തോന്നിയത്. ഇതിൽ ആരെയെങ്കിലും ഹേർട്ടായി സംസാരിക്കുന്നതായി തോന്നിയെങ്കിൽ മാപ്പ് അപേക്ഷിക്കുന്നു.